ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയാണ്. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞൊരു ഡോക്ടേഴ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്, ഡിന്നർ പാർട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. എനിക്ക് 6 മണി വരെയാണ് ഡ്യൂട്ടി. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരിക്കും. എന്താണെന്ന് നോക്കാം. ഞാൻ കാറിൽ കുറച്ച് അപ്പുറത്താണ് ഡ്യൂട്ടി, അതായത് ഇവിടുന്നൊരു 5 മിനിറ്റ് പോകണം. അങ്ങനെ ഞാൻ വണ്ടിയിലേക്ക് കാറിൻ്റെ അവിടോട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ചെറിയൊരു തൊണ്ടയടപ്പൊക്കെ ഉണ്ട്, പനിക്കോള് ചെറുതായിട്ടുണ്ട്. മിക്കവാറും നാളത്തേക്ക് പനി പിടിക്കുമെന്നാണ് തോന്നുന്നത്. ഇനി നോക്കാം. എന്തായാലും ഹോസ്പിറ്റലിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. കണ്ടോ, ചുമയാണ്. അതിപ്പോൾ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അകത്തെത്തി. ഇത് ആക്ച്വലി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണ്. നമുക്കിവിടെ ഡോക്ടേഴ്സ് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതോട്ട് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം ഡോക്ടേഴ്സിൻ്റെ പേരൊക്കെ എഴുതിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യാം. ഞാനിവിടെ സൈഡിൽ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നേരെ നമുക്കൊരു പീടിയിലേക്ക് പോകാം. അത്യാവശ്യം പേഷ്യൻസൊക്കെ ഉണ്ട്. ഇടയ്ക്ക് പേഷ്യൻസ് ഇല്ലാത്ത ഒരു 2-3 മിനിറ്റ് കിട്ടുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മുടെ സ്ക്രീനാണ്. നമുക്കിങ്ങനെ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് എൻട്രി ചെയ്യുന്നത് എല്ലാം. അപ്പം പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ നോക്കും, അവരുടെ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യും, മരുന്നടിക്കും. അത് ഫാർമസിയായിട്ട് അത് അവർക്ക് ഇൻ്റർനെറ്റ് വഴി തന്നെ കാണാൻ പറ്റും. ബ്രോ, ഇത് ഞങ്ങളുടെ ആൻഡ്രോപ്പോയാണ്. ഇപ്പം ഇച്ചിരി തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. എന്നാലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്കങ്ങനെ ഫ്രീ ടൈം എന്ന് പറഞ്ഞൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നും പോയി നിൽക്കും. എന്നാൽ അത്ര റഷും ഇല്ല. അത്യാവശ്യം 10-35 പേഷ്യൻസോളം എത്തിയിട്ടുണ്ട്. കാഷ്വാലിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കേസസ് വരുമ്പോൾ അത് ഫുള്ള് തീർക്കാതെ നമുക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല. പേഷ്യൻ്റുകളുടെ ഇങ്ങനെ ഇപ്പം ഓർത്തോ കേസസ് വരുവാണെങ്കിൽ നമ്മൾ എക്സ്റേക്ക് വിട്ട് എക്സ്റേ കണ്ട് അതിനെന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ ഓർത്തോയെ വിളിച്ച് പറയണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ മാനേജ് ചെയ്ത് ചെയ്യണം. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും പേഷ്യൻസ് ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും പേഷ്യൻസാണ്. നമ്മുടെ കാഷ്വാലിറ്റിയിലെ സിസ്റ്റേഴ്സാണ്. വീഡിയോ എടുക്കുന്നത് അറിയുന്നില്ല, ഏക സിസ്റ്റർ. ഇത് ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിനോട് എടുക്കാൻ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇവിടെ വേനയുണ്ടോ? ഇവിടെയോ? എവിടെയാണ് വേന? തൊട്ട് കാണിച്ചേ. ഇവിടെയാണോ? ഇപ്പൊ വേനയുണ്ടോ? ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു. ഞാൻ നമ്മുടെ ഡോക്ടേഴ്സ് ഡിന്നർ പാർട്ടിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുടി പോയി ഒന്ന് വെട്ടി വൃത്തിയാക്കി ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന അടുത്തു നിന്നൊരു 30 മിനിറ്റ്സ് പോകണം. ഒരു ടൗണിൽ തന്നെയാണ്. അതായത് ഒരു 30-35 മിനിറ്റ്സ് ട്രാവൽ ചെയ്താലേ അവിടെ എത്തും. സീസർ പാലസ്, ഇവിടെയാണ് ഞങ്ങളുടെ ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് അത്യാവശ്യം നല്ല പാർട്ടിയായിരുന്നു. ലൈക്ക് നല്ലൊരു ഹെൽത്തി ടോക്ക് ആൻഡ് എല്ലാ രീതിയിലും നല്ലൊരു 3-4 hours എങ്ങനെ പോയി എന്നേ അറിയത്തില്ല. അങ്ങനെ വളരെ നന്നായിട്ട് തന്നെ പോയി. ഇതെന്താണെന്നറിയോ, ഇതാണ് കഴിച്ചിരുന്നു. എനിവേ അതായിരുന്നു ബേൺഡ് ഐസ്ക്രീം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ആക്ച്വലി ഫുഡെല്ലാം നന്നായിരുന്നു. ഫുഡെല്ലാം കഴിച്ചു. എല്ലാവരും ഒരു സെൽഫിയൊക്കെ എടുത്ത് പിക്ചേഴ്സ് ഫാമിലിയായിട്ട് വന്നവരാണ്. കൺസൾട്ടൻസ് എല്ലാവരും വന്നത്. അങ്ങനെ എല്ലാ പാർട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിക്ചേഴ്സൊക്കെ എടുത്ത്. ഇതൊക്കെ ഞങ്ങളുടെ ഡോക്ടേഴ്സാണ്. എല്ലാവരും സന്തോഷത്തോടെ 10:30 ഇത് പോയത്. ആക്ച്വലി അതുവരെ ഇങ്ങനെ ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും 1-2 ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഒരു സ്മൂത്ത് ഡേ ആയിരുന്നു ഇന്ന്. വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ അവസാനിച്ചു. ഇനിയും കിടന്നുറങ്ങാൻ പോവുകയാണ്. പനിക്കോളുണ്ട്. നാളെ പനി പിടിച്ചാൽ മരുന്ന് കഴിക്കണം.